പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അവനവൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. എല്ലാം ഈ പ്രകൃതി തന്നെയാണ്. നമുക്ക് ഈ അവസരം തന്നതും പല സ്ഥലങ്ങളിൽ, ഇപ്പം എന്താ പറയുക, നമ്മളെ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, അങ്ങനെ പല ഭാഗത്തുള്ള ആളുകൾ ഒരുമിച്ച് ഒരേ സമയം നമുക്ക് സംസാരിക്കാനും നമ്മുടെ അറിവുകൾ പാസ് ചെയ്യാനും അനുഭവങ്ങൾ പാസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചതും ഏതോ ഒരു മനുഷ്യനാണ്. നമ്മളിന്ന് സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ട കുറച്ച് അറിവുകൾ സാധാരണ മേഖലയിൽ ഒരുപാട് ആളുകൾ സമയം കൊടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നിന്ന് റോട്ടുമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന തന്നെ ഒരു ബസാറാണ്. അവിടെ ചെറിയ പെട്ടിപ്പീട് നടത്തുന്ന ആളുണ്ട്, കൂടാതെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുകളുമുണ്ട്. ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. കൂടാതെ സമയം, നമ്മുടെ ജീവിതത്തിൽ ആകെ വിലപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ഈ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യിലുള്ള സമ്പാദ്യമാണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമാണ്. അതായത് നമ്മളെ സമയവും അതോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തുകൊണ്ടാണ് ഇന്ന് പല ആളുകളും വരുമാനം ഉണ്ടാക്കുന്നത്. എങ്കിലും ഇന്ന് പല സ്ഥാപനങ്ങളിൽ കയറി നമ്മൾ സംസാരിക്കുമ്പോഴും എല്ലാ ആളുകളും പ്രതിസന്ധിയിലാണ്. കാരണം അവർക്ക് ദിവസം ഇപ്പം 5 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷമോ മുടക്കിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് 1000 രൂപയോ 2000 രൂപയോ മാറ്റി വെക്കാനില്ലാത്ത അവസ്ഥയാണ് ഇന്ന് പല സ്ഥാപനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 3 സ്ഥാപനത്തിൽ കയറിയപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവം അതാണ്. അപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ അവസരം, അതിൻ്റെ പ്രാധാന്യം പല ആളുകൾക്ക് അറിയാത്തത് അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇന്നൊരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം റബ്ബർ ടാപ്പിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളുണ്ട്, ഇതിനകത്ത് വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, ബസ് ഓടിക്കുന്ന ആളുകളുണ്ട്, വീട്ടിൽ പാകം ചെയ്യുന്ന ആളുകളുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളുണ്ട്. അറിയാത്തൊരാൾക്ക് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാൻ പറ്റുമോ? ചോറായിക്കോട്ടെ, കറി ആയിക്കോട്ടെ, ഇതിലെന്തൊക്കെ ചേർക്കണം, എപ്പം ചേർക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ പഠിച്ചതായിരിക്കും. പിന്നീട് ഇപ്പം എന്താ പറയുക, പാകം ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ആദ്യമായിട്ടൊരു ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ പാകം ചെയ്യുമ്പോൾ പിന്നീട് നമുക്കറിയാം അതിന് എന്തൊക്കെ ചേർക്കണം, എങ്ങനെ ചേർക്കണം, എപ്പോൾ ചേർക്കണം എന്നുള്ളത് നമ്മൾ എന്താക്കുകയാണ്, നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, അല്ലെ ചെയ്ത് പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇന്ന് പാകം ചെയ്യുന്ന ആളുകൾ നല്ല ടേസ്റ്റുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറും. ഇത് മറ്റുള്ള ആളുകൾ എന്താക്കും, ആദ്യം പല ആൾക്കാരും, ചില ആൾക്കാർ മിണ്ടൂല, മോശമാണെങ്കിൽ എന്താക്കും, ആ കഴിച്ചങ്ങോട്ട് പോകും. ചില ആളുകൾ എന്താക്കും, മുഖത്ത് നോക്കി പറയും, ഇത് എന്താണിത്. പിന്നീട് നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് വർക്ക് ചെയ്യുന്ന സമയത്തും അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങും, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ജോലികളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ളത്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യണം. നമ്മൾ അറിയുന്നില്ല, ഇത് പഠിക്കുക എന്നത് പോലും നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ 3 കാര്യങ്ങളാണ്. ഒന്ന്, സമയം നമുക്ക് കിട്ടും. രണ്ടാമത്തത്, നല്ല ആരോഗ്യം കിട്ടും. കൂടാതെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലും മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കയ്യിലേക്ക് പണം വരും എന്നുള്ളതാണ്. അപ്പോൾ സമയത്തിനെ കൈകാര്യം ചെയ്യാനും പണത്തിനെ കൈകാര്യം ചെയ്യാനും അതോടൊപ്പം നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമ്മുടെ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ലെവലിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. പല ആളുകൾക്കും ഇന്നലെ RRR എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്
ഒരാളെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ എനിക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വരാം കേട്ടോ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഞാൻ വരാം. ആർക്ക് വേണ്ടി വരാന്ന്? ഇന്ന് തിരക്കാല്ലായിരിക്കും. ഇന്ന് ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇതിന് മുമ്പേ ചെയ്ത ആളുകൾ അവിടെ ഉണ്ടാവണം എന്നില്ലല്ലോ. അവരെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളൊരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇല്ലെങ്കിൽ ഇതിൻ്റെ മുതലാളി ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. പല മേഖലയും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച ലീവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനത്ത് അത് വേറെ ആളിരിക്കും. നിങ്ങൾ ചിന്തിക്കുക, മാസത്തിലാണെങ്കിലും ദിവസത്തിലാണെങ്കിലും നമ്മൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മളെല്ലാ ആളുകളും ജോലി ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നത് ഈ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ നിന്നോ എന്തെങ്കിലും കിട്ടും എന്ന് മനസ്സിലാവുമ്പോഴാണ്. നമ്മളിന്നൊരു ഓട്ടോറിക്ഷ എടുത്ത് ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് മുതലാളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുതലാളിക്ക് വൈകുന്നേരം ആകുമ്പം ഒരു എമൗണ്ട് കൊടുക്കണം, അത് വണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, കൂടാതെ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ചിലവ് കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്കെന്താവണം, ഒരു 500-1000 രൂപ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ രാവിലെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങുന്നത് മുതലാളിൻ്റെ പൈസ ഇട്ട്, ഞാൻ ഓട്ടോറിക്ഷ പോയ ആളായതുകൊണ്ടാണ്, ഞാൻ ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത് അന്ന് 200 രൂപ അല്ലെങ്കിൽ 300 രൂപ മുതലാളിക്ക് കൊടുക്കണം. ഒരു ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഇത്ര റുപ്യക്ക് ഓടാൻ പറ്റുന്നുണ്ട്, കുറേ കാലടിച്ചു പോകും. അപ്പോൾ എന്തായാലും എനിക്കൊരു 1000 കിട്ടണം, മുതലാളിക്കൊരു 300-400 വണ്ടിക്ക് വാടക കൊടുക്കണം, എൻ്റെ ചിലവ് കഴിയണം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ടാർഗറ്റ് ഉണ്ട്, അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും മുതലാളിൻ്റെ എല്ലാ കാര്യങ്ങളും ചിലവ് കഴിഞ്ഞിട്ട് 1000 രൂപ നമുക്ക് കിട്ടണം. പല ദിവസങ്ങളിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ബൈജു സാറോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ഓട്ടം പോയത്, സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടം കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു പള്ളിക്കണ്ടി എന്ന് പറഞ്ഞു, എനിക്കറിയില്ല സ്ഥലം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഓട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഡ്രൈവറെ വിട്ടോളി. അപ്പോൾ അവർ പടിഞ്ഞാറും കിഴക്കൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പടിഞ്ഞാറും കിഴക്കൊന്നും പറയുന്നു, ലെഫ്റ്റും റൈറ്റും പറഞ്ഞോളി, കാരണം പഠിക്കുകയാണല്ലോ. അങ്ങനെ പള്ളിക്കണ്ടി എന്ന സ്ഥലത്ത് എത്തി, അവരെ ഇറക്കി, അവർ പൈസ തന്നു. അവിടുന്ന് കാലടിച്ചിട്ട് ഞാൻ എന്താക്കി, രണ്ടാമത് റെയിൽവേ സ്റ്റേഷനിലെത്തി, രണ്ടാമതും ലൈനിലിട്ടു. പിന്നെ എനിക്ക് കിട്ടുന്നത് മോതാട് എന്ന സ്ഥലത്തേക്ക്. ഞാൻ ചെയ്ത് എവിടെയാണ് സ്ഥലം, കോഴിക്കോട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ അവരോടും പറഞ്ഞു, അവർ പറഞ്ഞു തന്നു. മോതാറിലെത്തിയപ്പോൾ ഞാൻ പള്ളിക്കണ്ടി എന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തെ സ്ഥലമാണ് മോതാറ്. അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഇവിടെ വന്നു പോയതാണ്, ഇവിടുന്ന് കാലടിച്ച് പോയതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആളുകളെ നിങ്ങൾ കാണൂല, കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും ഓട്ടം കിട്ടും. അങ്ങനെ ആ ആൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടുന്ന് ഓട്ടം കിട്ടി. അന്ന് തുടങ്ങിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങളായി ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് മേഖലയാണെങ്കിലും ചോദിക്കാനും മടി കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ടാർഗറ്റാണ്. പല ആളുകളും ഡയറക്റ്റ് സെല്ലിങ് ഇട്ടേച്ച് പോകുന്നു, അറിവില്ലാത്തത് കൊണ്ടാണ്. കുരുടൻ്റെ കയ്യിൽ വടി കിട്ടിയതുപോലെയാണ് എല്ലാവരും അവസ്ഥ. അത് കുരുടൻ എന്ന് പറഞ്ഞാൽ കണ്ടു കാണൂലല്ലോ, അവരെ വടി ഉണ്ടാവും, അവർ ചാണകത്തിലും ചളിയിലും ഒക്കെ കുത്തും. അത് കുത്തുന്ന ആരെ കുഴപ്പമാണ്? അവനവൻ്റെ കുഴപ്പമാണ്. കുരുടനാണല്ലോ, കാരണം അറിയില്ല. അപ്പം ഇത് മണക്കുമ്പോൾ നമ്മളെന്താക്കും, ഈ വടി ഇട്ടാളും. അതുപോലെയാണ് മൈലൈഫ് എന്ന ഈ ഒരു അവസരത്തിനെ ഇട്ടാളാണ് എല്ലാവരും, കളയാണ്. അതുപോലെ തന്നെയാണ് ലീഡേഴ്സ് എന്താ പറയുക, അവസരങ്ങൾ കാണിച്ചു തരികയാണ്. കാണിച്ചു തരുമ്പം ഇന്നലെ ആ വ്യക്തി പറഞ്ഞൊരു വാക്ക് ഭയങ്കരതാണ്. ഇതിലിരിക്കുന്ന പല ആളുകളും, പല റാങ്കിലുള്ള ആളുകൾ പോലും പല കാര്യങ്ങളും തട്ടി മാറ്റുകയാണ്. ലീഡേഴ്സിന് വേണ്ടിയിട്ട് ആരൊക്കെയോ നന്ന് കഷ്ടപ്പെടുന്നത് പോലെയാണ്. ലീഡേഴ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. ഞാനിപ്പം ഇന്ന് ധനീഷ് സാർ ഇട്ടൊരു വീഡിയോ കണ്ടു, കുറച്ച് കാര്യങ്ങളെ മനസ്സിലായിട്ടുള്ളൂ. ആസാമിൽ ഒരു ചെറിയൊരു ബാലൻ എന്താ പറയുക, ഒരു വരൾച്ച നേരിടുന്ന, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്ന് അങ്ങനെ പല ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ എന്താ പറയുക, മോണായി എന്ന് പറയുന്ന ഒരു ബാലൻ
ഇതിന് വരൾച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ തടയാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് നാട്ടുകാർ പറഞ്ഞു മരം വെച്ച് പിടിപ്പിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് മരം വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് വരൾച്ച ഉള്ളത് കൊണ്ട് തന്നെ ഇത് പിടിക്കുന്നില്ല. അപ്പം എന്താ പറയുക, ഒരുപാട് പ്രയത്നിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവിടെ എന്താ പറയുക ഒരുപാട് ആനകളും പക്ഷിമൃഗാദികളൊക്കെ വസിക്കുന്ന ഒരു കാടുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ഇന്ന് പത്മശ്രീയും അതുപോലെ പല കാര്യങ്ങളും പല വിദേശ രാജ്യങ്ങൾ കാണാനും എന്താ പറയുക ഒരുപാട് നേട്ടങ്ങൾ ആ വ്യക്തിക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. ആ ഒരു നാട്ടിൽ നിന്ന് പല കുട്ടികളും എഞ്ചിനീയറായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ കുട്ടി എന്താക്കി സ്വന്തം നാടിന് വേണ്ടിയിട്ട് ഒന്ന് പണിയെടുക്കാൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് ഇന്ന് ലോകമറിയുന്ന ഇന്ന് ഞാൻ പോലും ഇന്ന് സംസാരിക്കുന്ന ലെവലിലേക്ക് എന്താ പറയുക ആ ഒരു വ്യക്തി മാറി നമുക്ക് മോട്ടിവേഷൻ എന്ന ലെവലിലേക്ക് മാറി എന്നുള്ള കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. നമ്മളെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് കിടക്കാൻ തയ്യാറാവുക. നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പഠിക്കാൻ തയ്യാറാവുക. ഈ വരുന്ന 3, 4 അതുപോലെ തന്നെ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന 9, 10 ഈ ട്രെയിനിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക. ആരാണോ പങ്കെടുക്കുന്നത്, ആർക്കാണോ അറിവ് കിട്ടുന്നത്, അവരുടെ 3, 4 തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഈ പങ്കെടുക്കുന്ന ആളുകൾക്ക് പറ്റും. നമ്മളെ സമയവും ഇപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നൊരു കടലക്കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബീച്ചിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് നെല്ലിക്ക ഫ്രൂട്ട്സ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വിൽക്കുന്നത്. ഇതിനൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എന്തിന് ലക്ഷങ്ങൾ കൊടുത്തിട്ട് 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്ത് വാങ്ങുന്ന ബൈക്ക് പോലും വീട്ടിലിട്ടാൽ അത് കറങ്ങൂല. ഒന്നെങ്കിലും എന്താക്കണം, ഇലക്ട്രിസിറ്റി വേണം അല്ലേ, അതിൻ്റെ ബില്ലടയ്ക്കണ്ടേ. കുറച്ച് ഇന്നിപ്പോൾ ലാഭം എന്ന് പറഞ്ഞാൽ അതാണെന്നാ പറഞ്ഞത്, പെട്രോൾ അടിക്കണ്ടേ. അതായത് നമ്മളൊരു അവസരം ഇവിടെ ഫ്രീ ആണ്. അവസരം ഫ്രീ ആണെങ്കിൽ അത് ചലിക്കാനുള്ള അറിയാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ചെറിയ GTSന് 30 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യ, FSSന് 100 റുപ്യ 150 റുപ്യ. ഇനിയിപ്പോൾ ലീഡേഴ്സ് മീറ്റ് ഇന്നിപ്പം DTCൻ്റെ ഇപ്പോൾ ലീഡേഴ്സ് മീറ്റാണ് 350 രൂപ. അവിടെ കിട്ടുന്നത് വേറെയാണ്. നമ്മളെ ഭക്ഷണത്തിനും ആ ഹോളിനുള്ള രണ്ട് ലീഡേഴ്സ് ഒന്നും വന്നില്ല. പിന്നെ അവിടെ പ്ലാനിങ് ആണ്. ഇതൊക്കെ നമ്മൾ ലാഭിക്കാൻ നോക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താ പറയുക, നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ ശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് കാര്യമാണ് ഈ ആരോഗ്യം ഉണ്ടോ എന്തോ കണ്ടു. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആവശ്യമുള്ള ഓക്സിജൻ കൃത്യസമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. അതുപോലെയാണ് ഈ ബിസിനസ്സിൽ നമ്മൾ മുമ്പോട്ട് ചലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിവുകൾ അത്യാവശ്യമാണ്. അത് ഒരുപാട് ലീഡേഴ്സ് ഇവർക്ക് കിട്ടിയ അറിവിൽ നിന്നാണ് നമുക്ക് തരുന്നത്, സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഏറ്റെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെയിനിങ്ങിനൊക്കെ ചെയ്യാനും തയ്യാറാണെങ്കിൽ നമ്മളിലുണ്ടാവുന്ന മാറ്റം നമുക്ക് പോലും മനസ്സിലാവില്ല. എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വളരണം എന്നുണ്ടെങ്കിൽ ഈ മേഖലയിലൂടെ നമ്മളൊന്ന് ചലിച്ചേ പറ്റൂ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോളായി ഒരുപാട് മരങ്ങൾ, ചെറിയ മരത്തിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചു. എല്ലാം സെറ്റായിട്ടില്ലെന്ന്. ആദ്യം വെച്ച 100 കണക്കിന് തൈകൾ ഉണങ്ങിപ്പോയതാ. പക്ഷേ ഈ ഓരോ തൈ വെക്കുമ്പോഴും ആ സ്ഥലത്ത് വെള്ളമില്ലായിരുന്നു. ഈ ട്രിപ്പ് ചെയ്യാന്ന് പറയുന്ന സംവിധാനം മൂപ്പരാണല്ലോ കണ്ടുപിടിച്ചത്. കാരണം അത് വേറെ രീതിയിലാണ്. എങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറായ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എന്താ പറയുക ഒരു ശക്തി പ്രകൃതിക്കുണ്ട്. ആ പ്രകൃതി നമ്മളെ പരീക്ഷിക്കും, പല രീതിയിൽ പരീക്ഷിക്കും. അവസാനം എന്താക്കും, പ്രകൃതി നമ്മുടെ മുമ്പിൽ തോറ്റു തരിക എന്നുള്ളതാണ്. അതിന് സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകൾ എന്താക്കുക, കിട്ടുന്ന ട്രെയിനിങ്ങുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നാളുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നൊരു കാര്യം, ഇപ്പം ഞാൻ പോലും ചില സമയങ്ങളിൽ എന്താ പറയുക ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളൊന്നും അല്ല എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നിങ്ങളുടെ കടങ്ങളും ബാധ്യതകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. എനിക്ക് മാർച്ച് മാസം ഇത്ര രൂപ ആവശ്യമുണ്ട്. എവിടെയൊക്കെ കൊടുക്കാനുണ്ടോ? നമ്മളാണല്ലോ നമ്മളെ കടങ്ങൾ. എല്ലാ ആൾക്കാർക്കും കടം തന്നെയുള്ളൂ. കടം മീൻസ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ എത്ര രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിക്കുകയാണ് എനിക്ക് ഇത്ര രൂപ വേണം എൻ്റെ ആവശ്യങ്ങൾക്ക്. ആ ആവശ്യങ്ങൾ നടക്കാൻ ഇപ്പോൾ ഒരു 30,000 രൂപ വേണം എനിക്ക് മാർച്ച് മാസത്തിൽ. ഞാൻ ഫെബ്രുവരിയിലത്തെ കാര്യമല്ല പറഞ്ഞത്. മാർച്ച് മാസത്തിൽ എനിക്കൊരു 30,000 രൂപ വേണം. ഈ 30,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് STB ബോണസ് കിട്ടും, പെർഫോമൻസ് ബോണസ് ഒക്കെ കിട്ടും. പെർഫോമൻസ് ബോണസ് ഒക്കെ പോട്ടെ, STB ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 30,000 രൂപ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും എത്ര സെയിൽസ് നടക്കണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. 30,000 രൂപ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ലക്ഷം BVൻ്റെ കച്ചവടം ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ 36,000 രൂപ നമുക്ക് STB ബോണസ് കിട്ടും. 36,000 രൂപ നമുക്ക് STB ബോണസ് കിട്ടും. ആത്മാർത്ഥമായിട്ട് നമ്മൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന ആളുകൾ എന്തായാലും കഷ്ടപ്പെടണം. നമുക്ക് കിട്ടുന്ന 1000 രൂപയാണ്. അങ്ങനെ 30 ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30,000 രൂപ കിട്ടും. ഇതേ പ്രവൃത്തി നമ്മൾ 30 ദിവസം നമ്മളെ ടാർഗറ്റ് വെച്ചിട്ട് കമ്പനിക്ക് 3 ലക്ഷം BV നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? ആദ്യം നമ്മൾ കസ്റ്റമേഴ്സിന് ബിൽഡ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ടീമിലിപ്പോൾ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും 10 ആൾക്കാരുണ്ടെങ്കിൽ, 10 വ്യക്തികളുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റും? ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എത്ര വരുമാനം വേണമെന്നുള്ളത്. ഓരോ മാസത്തിലും നമുക്ക് വേണ്ട വരുമാനം എത്രയാണെന്നും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലൂടെ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതും ടീമിനെ എങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ടീമിലുള്ള ആൾക്കാർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാവണം. അതായത് ടീമിലുള്ള ആൾക്കാരെ ഇവർക്ക് വരുമാനം വേണമെന്നോ ഇവർക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലായുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾ എന്താക്കണം? നമ്മുടെ ലീഡേഴ്സിനോട് പറയണം, സാറേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് വരുമാനം ഇന്ന കടങ്ങളുണ്ട്, എനിക്കൊരു മാസം ഇത്ര രൂപ വരുമാനം വേണം, ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ജോലിയാണ് സാറേ ചെയ്യണം? എനിക്കൊരു മാസം ഒരു 5,000 രൂപ കിട്ടണം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ കിട്ടണം. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ലീഡേഴ്സിനോട് ചോദിച്ചാൽ മാത്രമേ ലീഡേഴ്സിന് മനസ്സിലാവുള്ളൂ ഇവൻ ആവശ്യക്കാരനാണ് എന്നുള്ളത്. അങ്ങനെ കൃത്യമായിട്ട് ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കും 3-4 മാസം കൊണ്ട് ഒരു 30,000 രൂപ വരുമാനത്തിലേക്കും 1 ലക്ഷം രൂപ വരുമാനത്തിലേക്കൊക്കെ എത്താൻ വേണ്ടി സാധിക്കും. അതിൽ നമുക്ക് ആവശ്യം ഉണ്ടാവുക ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പ്ലാനിനെക്കുറിച്ചും നമ്മുടെ വരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതിനൊക്കെയാണ് നമ്മൾ RRR ട്രെയിനിങ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് പങ്കെടുക്കുന്ന ആളുകൾ ഞാൻ 100% ഗ്യാരണ്ടി പറയും. ആ RRR എന്ന പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇതൊരു ട്വിസ്റ്റ് ആയിരിക്കും. ജഗതി ഏതോ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, ട്വിസ്റ്റ് അല്ല, ജഗതി അല്ല, സലീം കുമാറാണെന്ന് തോന്നുന്നു, ഏതോ ഒരു സിനിമ കേട്ടു ട്വിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ആ ട്വിസ്റ്റ് അവിടെ സംഭവിച്ചിരിക്കും. ഞാൻ ഗ്യാരണ്ടി. പണിയെടുക്കുന്ന ആൾക്കാർ കിട്ടുമോ? മറ്റുള്ള ഏത് കമ്പനിയിൽ പോയിട്ടും ഏത് പ്രൈവറ്റ് മേഖലയിൽ പോയിട്ടും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നായ നയിക്കുന്നവർ നയിക്കാൻ തയ്യാറാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വിപരീത ഷെൽട്ടറാ. ഇവിടെ ആരും ചോദിക്കുകയില്ല. ചോദിക്കുന്ന ലീഡറോട് നിങ്ങളാരും നമ്മളെ പഠിപ്പിക്കാൻ? മോൻ പഠിപ്പിക്കാൻ വന്ന് നിൽക്കുന്നു. അന്ന് ലീഡർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താക്കാണ്? ഇതൊരു ഷെൽട്ടറായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്നിട്ട് അതാണ് ശാപം. നല്ല ജോലിയുള്ളത് ഒഴിവാക്കിയിട്ട് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ തല പുകഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രെയിനിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ട് വരട്ടോ. സത്യം പറയാം, അത് നല്ല ഫീൽ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ RR എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നമ്മൾ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃത്യമായിട്ട് സമയത്തെ ആഘോഷിക്കാനും പണത്തിനെ ആഘോഷിക്കാനും
എൻ്റെ ആരോഗ്യത്തെ ആഘോഷിക്കാനൊക്കെ നമുക്ക് പറ്റുക എന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ വെക്കണം. ആ രീതിയിലേക്ക് നമുക്ക് ഓരോ ആളുകൾക്കും ഈ അവസരത്തിന് ഏറ്റെടുക്കാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഇവിടെ മേജിക്കൊന്നുമില്ല. രാവിലെ ഈ മോർണിംഗ് മീറ്റ് കയറിയത് കൊണ്ട് ആഴ്ച 2,10,000 കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലീഡേഴ്സ് നമ്മളെ തേടി വരും. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ നിറവേറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ലീഡേഴ്സ് നമ്മളെ കൂടെ വന്നോളും. ലീഡേഴ്സിന് മനസ്സിലാവും ഇയാളെ തീ എന്താണെന്നുള്ളത്. ഓട്ടോമാറ്റിക് റിസൾട്ടുകൾ കാണാൻ തുടങ്ങുമ്പോൾ, ഓരോ ആഴ്ചയിലും യൂടേപ്പ് വിന്നേഴ്സായിട്ട് മാറുമ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ തേടി നമ്മളെ ലീഡേഴ്സ് വന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചോളും. നമ്മളെ ടീമിൽ കൃത്യമായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുക, പുതിയ പുതിയ വ്യക്തികളെ കൊണ്ടുവരിക, റീറ്റെയിൽ ചെയ്യാൻ മടിക്കാതിരിക്കുക. ഇന്ന് റിലയൻസും എന്ന് വേണ്ട എല്ലാ കുത്തക കമ്പനികൾ പോലും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. വീടുകൾ കൊണ്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് മടിയാണ്. അപ്പോൾ ഓരോ ആളുകൾ എന്തൊക്കെ കൃത്യമായിട്ട്, ഇപ്പം ഞാനിവിടെ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്തോളിയാണ്. അത്തോളിയിൽ നിന്ന് ഒരു കൊല്ലത്തേക്ക് ഞാൻ മഞ്ചേരിയിലേക്ക് ചേക്കേറാൻ പോവാം. ഇന്നലെ ഷീസാറും ജിനേഷ് സാറും ശരത് സാറും ബൈ സാറോട് പറഞ്ഞിട്ടുണ്ട്. ബൈ സാർ ഇന്നലെ പാലക്കാടായിരുന്നു. നമ്മുടെ മഞ്ചേരി ഔട്ട്ലെറ്റിൻ്റെ കുറച്ച് ഒരു 1/2 കിലോമീറ്റർ ഞങ്ങൾ എന്താക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് മാറി. രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്നുള്ള. അപ്പം നമ്മളെന്താക്കുകയാണ്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് നടക്കുന്നത് പല ഭാഗത്താണ്. അതായത് കരുവാരക്കുണ്ട് പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാവന്നൂർ ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാണ്ടിക്കാട് ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഷിജി സാറും ശരത് സാറൊക്കെ മലപ്പുറത്തിൻ്റെ ഭാഗത്തുണ്ട്. കമ്പനി മലപ്പുറത്ത് പുതിയൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. പുതിയ കമ്പനീൻ്റെ പ്രോഗ്രാം വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കല്ലാതെ കുറേ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് കൃത്യമായിട്ടും നമ്മളെന്താക്കുകയാണ്, നാട്ടിൽ നിന്ന് മാറിയിട്ട് എന്താ പറയുക, മഞ്ചേരിയിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വരാനും സുഖമാണ്. എല്ലാ സ്ഥലത്തു നിന്നും കോഴിക്കോട്ടേക്ക് 10-50 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മനോജ് സാറ്, അജീഷ് സാറ്, ഇങ്ങനെയുള്ള ടീമുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഇവർക്ക് ഇവിടെ വർക്ക്. അങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ട്രെയിനിങ് ഒക്കെ വരുന്ന കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് അവിടെ എല്ലായിടത്തേക്കും എത്താൻ പറ്റുന്ന ലെവലിലേക്ക് സെൻറ്ററായിട്ട് തൃശ്ശൂരേക്ക് പോകാനും പാലക്കാടേക്ക് പോകാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ എന്താക്കുകയാണ് ഈ ഒരു. കാരണം എത്രയേ ഉള്ളൂ എനിക്കൊരു ടാർഗറ്റ്. കാരണം 1,20,00,000 ഞാൻ 20 കൊല്ലം ജോലി ചെയ്താലാണ് കിട്ടുക. അപ്പോൾ കമ്പനിയിൽ നിന്ന് 1,20,00,000 STB ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിക്ക് 28 കോടിയുടെ സെയിൽസ് കൊടുത്താൽ മതി. 28 കോടിയുടെ സെയിൽസ് ഞാൻ കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ വിലയായിട്ടുള്ള 1,20,00,000 എൻ്റെ പോക്കറ്റിലേക്ക് വരും. അപ്പോൾ ആ 28 കോടി സെയിൽസ് കമ്പനിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ എൻ്റെ ജീവൻ്റെ വിലയായിട്ടുള്ള ഒരു വരുമാനം 1,20,00,000 മുകളിലേക്ക് എനിക്ക് കിട്ടുകയും ചെയ്യും. ഇന്ന് ITC റാങ്ക് എത്തിയിട്ടുള്ള ആളുകളൊക്കെ മാസം 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷമൊക്കെയാണ് വരുമാനം. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് മാസ വരുമാനം അവിടേക്ക് എത്തും എന്നുള്ള വിശ്വാസമുണ്ട്. അതായത് 200-ലധികം ITC ലീഡേഴ്സ് ഉണ്ട്. 10 കോടി BV മാച്ച് ചെയ്ത ആളുകൾ. 10 കോടി BV എന്ന് പറയുമ്പം 14 കോടി എന്നുള്ള ലെവലിലേക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറിയൊരു കാര്യത്തിലേ ഉള്ളൂ, ഇത് കൊടുത്താലേ കിട്ടുള്ളൂ. കമ്പനിക്ക് 10,000 BV കൊടുത്തു കഴിഞ്ഞാൽ 1,200 കിട്ടും അല്ലേ? 1 ലക്ഷം കൊടുത്താൽ 12,000 കിട്ടും. 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 1,20,000 കിട്ടും. 10 കോടി കൊടുത്താൽ 1,20,00,000 കിട്ടും. STB ബോണസാണ്. പെർഫോമൻസ് ബോണസും ലോയൽറ്റി ബോണസും റാങ്കിങ്ങും അങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ അത് വേറെ. ആന പോകുമ്പോൾ അതിൻ്റെ കൂടെ വാല് പോകുമെന്ന് അറിഞ്ഞിരിക്കുന്നല്ലോ, അതേമാതിരി ബാക്കിയൊക്കെ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് RRR എന്ന പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുക. മറ്റൊരു മേഖലയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് നമുക്ക് സമയത്തിനെ കൈകാര്യം ചെയ്യാനും പണത്തിനെ കൈകാര്യം ചെയ്യാനും നല്ല ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഒരു കൂട്ടം നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ പാസീവ് ഇൻകം വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്.
ഇന്ന് നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ഇതിന് മുമ്പ് ചെയ്ത ആളുകളോ മറ്റുള്ള ആളുകളും ചെയ്തിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ അവിടെ തുടരാൻ. അപ്പോൾ ഓരോ ആളുകൾക്കും കൃത്യമായിട്ട് ഈ അവസരത്തിനെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതിൻ്റെ അകത്ത് നിന്ന് ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും പല തൈകളും നമ്മൾ കുഴിച്ചിടും. എല്ലാ തൈകളും തെഴുക്കണം എന്നില്ല. നമ്മൾ കുഴിച്ചിടുന്ന, ഇപ്പം എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്, അവിടെ ഒരു ആപ്പിൾ തൈ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അതിൻ്റെ മുകളിൽ ആപ്പിൾ ഉണ്ടായിട്ടുള്ളത്. ആപ്പിൾ തൈ കുഴിച്ചിട്ടുണ്ട്, ഒരു മരമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അധികം നോക്കാറുണ്ട്. അവസാനം എന്താക്കി, വെട്ടി മാറ്റി. അപ്പോൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ ആപ്പിളാണ് മുന്തിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തൈകൾ കുഴിച്ചിടുമ്പോൾ അതിൻ്റെ അന്ന് കായ് ഉണ്ടാവാതിരിക്കുമ്പം നമ്മൾ സങ്കടപ്പെടരുത്. വേറെ തൈ എന്തൊക്കെ കുഴിച്ചിട്ടുള്ള. അപ്പം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫലങ്ങൾ തരാൻ ഒരുപാട് തൈകളെ കുഴിച്ചിടാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൈ കുഴിച്ചിടാൻ നമുക്ക് പറ്റും. അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫൗസിയ മാഡം കണ്ടിട്ടില്ലേ, ബസ്സിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു തൈ അല്ലേ, ബസ് സ്റ്റോപ്പിൽ നിന്ന് പരിചയപ്പെടുന്നു. ഞാൻ ഇന്നലെ ബസ്സിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. പൂക്കോട്ടുംപാടം എന്നുള്ള സ്ഥലത്താണ്. HDFC ബാങ്കിൽ എന്താ പറയുക, റിക്കവറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ബസ് കയറി കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറേ തൈകളെ കിട്ടും, ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്താക്കുക, വളം കൊടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ എല്ലാ ആളുകൾക്കും എന്താക്കുക, സ്വന്തമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും തയ്യാറാവുന്ന ആളുകൾക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാവുന്നത്. കൃത്യമായിട്ട് പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് സക്സസ് ആവാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാസത്തിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുക, അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ.